ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. ചിലർ അതിനെ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാനായി ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാനെ. ഞാനിപ്പോ നിൽക്കണതേ ഷാർജ റോളയിലാണ്. ഇവിടെ ഒരു ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാ. രഗ്നേഷ് മട്ടന്നൂര് ആള് ഇവിടെ ഉണ്ട്. വാ, നമസ്കാരം. നമസ്കാരം ഗോപജി. രഗ്നേഷ് മട്ടന്നൂർ. യെസ്, ഇരിക്കും ചേട്ടാ. ഒരു ചായ. നമ്മുടെ ഷാർജ റോളയിലെ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റാ. ഒന്ന് പരിചയപ്പെടാം നമുക്ക്. മട്ടന്നൂരല്ലേ വീട്? കണ്ണൂര്. കണ്ണൂര് മട്ടന്നൂര്. ഇന്നലെ പ്രോഗ്രാം എവിടെയായിരുന്നു? ഇന്നലെ ദുബായിലുണ്ടായിരുന്നു, ഷാർജയിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പ്രോഗ്രാം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു സിനിമാ നടന്റെ ശബ്ദം ഒന്ന് അനുകരിച്ചൂടെ? സിനിമാ നടൻ നമുക്കൊരു ആദ്യം ശ്വാസകോശം എന്നുള്ള പരസ്യത്തിന്റെ ഗോപൻ ചേട്ടന്റെ സൗണ്ട് എടുത്താലോ? ആയിക്കോട്ടെ. പിന്നെ കുടുംബൊക്കെ നാട്ടിലല്ലേ? കുടുംബം നാട്ടിലാണ്. വൈഫ് കണ്ണൂര്, മട്ടന്നൂര്. മട്ടന്നൂര്. വൈഫ്, ഒരു മോനുണ്ട് 2 വയസ്സ്. ഇപ്പൊ ഈ പ്രവാസി ആയിട്ട് ഇപ്പൊ എത്ര വർഷമായി? പ്രവാസിയായിട്ട് 2007 മുതൽ പ്രവാസിയാണ്. ഇവിടെ 2007 വന്നതാണ്. എവിടെയത്? കമ്പനി എവിടെയാ? കമ്പനി അൽക്കോസിൽ വന്നത്. അൽറിയാമി എന്ന് പറഞ്ഞത്. പിന്നെ ഇതിപ്പോ 3ാമത്തെ കമ്പനിയിൽ ഇപ്പൊ ഉള്ളത്. എന്തായി പറയണേ? നാട് നീളെ ക്ഷണിക്കുകയും ചെയ്ത് മുറ്റത്ത് കല്യാണ പന്തൽ ഒരുങ്ങി. എന്നിട്ട് പോത്തെടുത്ത കാര്യസ്ഥന്റെ മോളോടുള്ള ഇഷ്ടം രാജൻ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എന്താ കുട്ടിയെ, പോത്തെടുത്ത കുട്ടിയുടെ മംഗല്യം എടുക്കിയിട്ട് എനക്കൊരു ജീവിതം വേണോ മോളെ? കൊള്ളാം. അത് അദ്ദേഹത്തിന്റെ പഴയ വോയിസ് കേട്ടാൽ ചിലപ്പോ മനസ്സിലാവും. നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ ഒരു വോയിസ് അദ്ദേഹത്തിന്റെ. മണപ്പള്ളി മാധവൻ നമ്പ്യാർ രാജേന്ദ്ര വത്സലിനെ സ്നേഹിക്കുന്നവർക്ക്, അല്ലാത്തവർക്ക് യമന യമൻ. അങ്ങനെ അല്ലേ? പിന്നെ അടുത്തായിട്ട് പിന്നെ ബിജുക്കുട്ടന്റെ ചെറിയ സാധനം. ആയിക്കോട്ടെ. ആ പിള്ളേരെന്നെ കരുവണ്ടെന്ന് സ്റ്റേജിൽ തള്ളിയിട്ടു. അങ്ങനെ ഒരു സാധനം. അതിൽ തന്നെ വേരിയേഷൻ കൊടുത്തിട്ട് കൽപ്പനയുടെ ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, പിന്നെ ആള് നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ് അല്ലേ? അതെ അതെ അതെ. മേക്കപ്പ് വർക്കുണ്ട്. സ്റ്റേജ് പ്രോഗ്രാമിനും സിനിമക്കും എല്ലാം ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ആരെ ശബ്ദം അനുകരിക്കാൻ പറ്റും? അടുത്ത ബിജുക്കുട്ടന് ചെറിയ വേരിയേഷനിൽ നമുക്ക് കൽപ്പന ചെയ്യാം. കൽപ്പന. ഓക്കെ. എനിക്ക് വയ്യ, ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. പച്ചസാരി വന്നപ്പെട്ട് കൊണ്ടുവന്നത് കണ്ടില്ല, ചുമന്ന സാരി. എനിക്ക് വയ്യായേ. കൊള്ളാം. പിന്നെ കമലഹാസൻ ചെയ്യാറ്. നന്നായി ഫിഗർ ചെയ്യുന്ന ആളാണ്. നമ്മുടെ ലാലേട്ടന്റെ 20ാം നൂറ്റാണ്ട് ആടുതോമ. പിന്നെ അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. മുന്നേ ഞാൻ സിംഗം സൂര്യ ചെയ്യാറുണ്ട്. പിന്നെ സുരാജ് വെന്നാർമോട് അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ വരുന്നൊരു എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇത് ചെയ്തിരിക്കണം. ചെയ്യാം, തീർച്ചയായും. അപ്പൊ നമുക്ക് ആരെ ഇനി അടുത്ത അനുകരണം? കമലഹാസൻ. ആയിക്കോട്ടെ. പഠിപ്പിച്ച ടീച്ചറമ്മ, ഇവരുടെ കാൽ തൊട്ടേ വന്നിക്കാം. ടീച്ചറെങ്കിൽ മാത്രം എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് യുഎയിൽ ഉണ്ടെന്നറിയും. എന്റെ മനസ്സെന്നറിയും. ഇതേ സ്നേഹം എനിക്ക് നിങ്ങളോടുമുണ്ട്. അതൊരു സാധനം. കൊള്ളാം. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ വരട്ടെ. എല്ലാവിധ ആശംസകളും ഉണ്ട്. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരെ എല്ലാവിധ സപ്പോർട്ട് വേണം. നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് എന്തായാലും വേണം. മേക്കപ്പ് ആയാലും, ഫിഗർ ഷോ ആയാലും, പ്രോഗ്രാമിനായാലും, സിനിമയായാലും, എന്തായാലും എന്ത് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അപ്പോ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടുക. പിന്നെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോ നമുക്കിനി കാണാം. നമ്മുടെ ഫിഗർ ഷോ ആയിട്ട് നമുക്കിനി ഒന്ന് ചെയ്യണം. ചെയ്യാം. തീർച്ചയായും. ഓക്കെ, ശരി.